എൻ്റെ പൗരോഹിത്യത്തിന് ശേഷം ഒരു ആകസ്മികമായിട്ട് തന്നെയാണ് ഒരു കലാലോകത്തിലേക്ക് കടന്നു വരാൻ ഇടയായത്. സൂര്യ ചാനലിലൊക്കെ ചെറിയ ടോക്കുകളൊക്കെ കൊടുക്കുന്ന ഒരു സമയം, അത് ആൾക്കാർ ഒത്തിരിയേറെ അപ്രിഷ്യേറ്റ് ചെയ്ത് പറയുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഒരു ക്രിസ്ത്യൻ ചാനൽ ഷാലോം TV അതിലേക്ക് വന്നു. അതോടെ ഒത്തിരിയൂടെ അങ്ങ് പോപ്പുലറാകാൻ കാരണമായി. ഇത് കണ്ടു കഴിഞ്ഞപ്പം മറ്റ് പല ചാനലുകാരും ഓരോ പ്രോഗ്രാമിന് വിളിച്ചു തുടങ്ങി. അതിനുള്ളൊരു അടിസ്ഥാന കാരണം 2010 കുവൈറ്റിൽ ഞാൻ പറഞ്ഞ ഒരു പ്രസംഗം ഓർത്തഡോക്സ് മേഴ്സി ഫെലോഷിപ്പുകാർ ക്രമീകരിച്ചതാണ്. ഓർത്തഡോക്സ് സഭ 7000-ഓളം ആളുകൾ അന്ന് അവിടെ വാച്ച് ചെയ്തു. അത് വലിയ ഹിറ്റായിട്ട് മാറി. അതാണ് ആദ്യമായിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത എൻ്റെ പ്രസംഗം. യൂട്യൂബ് എന്താണെന്ന് പോലും എനിക്കൊന്നും അറിയത്തില്ല. അവിടുത്തെ സഭാംഗങ്ങൾ അപ്ലോഡ് ചെയ്തു. കുറേ 15 ലക്ഷത്തോളം വ്യൂവേഴ്സ് വന്ന എൻ്റെ ആദ്യത്തെ പ്രസംഗം. അപ്പം അതിനകത്ത് ചില കാര്യമൊക്കെ നമ്മൾ ചില ഫ്രീ ആയിട്ടൊക്കെ പറഞ്ഞിരുന്നു, സെക്സ്, ഫാമിലി ലൈഫൊക്കെ ആയിട്ട്. അപ്പോൾ ആൾക്കാർ എൻജോയ് ചെയ്തു. പക്ഷേ കേരളത്തിലെ ഒരു പ്രത്യേക ചാനലുകാർ അത് വിവാദമാക്കാൻ വേണ്ടി മനഃപൂർവ്വം അന്ന് ശ്രമിച്ചു. എന്നിട്ട് പറഞ്ഞു, ഒരു കത്തോലിക്ക വൈദികൻ ഇങ്ങനെയൊക്കെ ഓപ്പണായിട്ട് പറഞ്ഞാൽ അത് വിവാദമല്ലേ, അത് വിവാദമല്ലേ. ഇപ്പോൾ ഒരു വിവാദ ചിന്തയിലേക്ക് അത് കൊണ്ടു നിർത്താൻ വേണ്ടി ഒരു ചാനൽ പ്രത്യേകം ശ്രദ്ധിച്ചു. ശരിക്കും അന്ന് ചില മാനസികമായ ബുദ്ധിമുട്ട് തോന്നി, ഇങ്ങനെയൊക്കെ നമ്മൾ നന്മ ചെയ്യുമ്പോഴും ഇങ്ങനെയൊക്കെ പറയുന്നതിൽ. പക്ഷേ അത് ഒരു വലിയൊരു ടേണിംഗ് പോയിൻ്റായിട്ട് പിന്നെ മാറി. വിവാദമല്ലേന്ന് ചോദിച്ചപ്പോൾ ഇത് കാണാൻ വേണ്ടി ആൾക്കാർ മനഃപൂർവ്വം യൂട്യൂബ് ഓൺ ചെയ്തു. ലക്ഷങ്ങൾ അതങ്ങനെ അങ്ങ് കണ്ടു. അങ്ങനെ വരുമ്പോഴാണ് വനിതാ വാരികക്കാർ എൻ്റെ അടുക്ക് വരുന്നു. വന്നിട്ട് പറഞ്ഞു, അച്ഛൻ്റെ ആ പ്രസംഗം മൊത്തം വനിതയുടെ വായനക്കാരോട് ഇടാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ വളരെ ഒരു പ്രശസ്തമാകുന്ന രീതിയിൽ ആ പ്രസംഗം, അതിൻ്റെ സാരാംശങ്ങൾ വനിതയിൽ വന്നു. അപ്പം അതോടെ ഓരോ വാരികക്കാരും പിന്നീട് വിളിക്കാൻ തുടങ്ങി. എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ, എത്രയോ പത്രങ്ങളിൽ, മാതൃഭൂമി, മനോരമ, ദീപിക, മുഖ്യ ശ്രേണിയിലുള്ള എല്ലാ പത്രങ്ങളിലും പിന്നെ എൻ്റെ ടോക്കുകൾ ഇടാൻ തുടങ്ങി, എൻ്റെ ചിന്തകളുമൊക്കെ വെക്കാൻ തുടങ്ങി. പത്രത്തിൽ വാചകമേളയിലും ഞാൻ പറയുന്നതൊക്കെ ഒരു പ്രധാന ഭാഗമായിട്ട് ഏതാനും ദിവസങ്ങൾ വന്നു. അപ്പം അങ്ങനെ മാസികകൾ, പിന്നെ സകല പോകാത്ത ചാനലൊന്നുമില്ല, എല്ലാ ചാനലിലും വന്നു. ആദ്യമായിട്ട് എൻ്റെ ഒരു ഹാസ്യ പ്രോഗ്രാം പോലെ വരുന്നത് സുമി സുരേഷ് ഞങ്ങളുടെ കൂടെ ചേർന്നാണ്. അത് നമ്മുടെ ന്യൂസ് 24-ൻ്റെ ആ ചാനലിൻ്റെ ഒരു ഉദ്ഘാടനത്തോട് ചേർന്ന് അടുത്ത് വരുന്ന ഒന്നായിരുന്നു ഫ്ലവേഴ്സിൻ്റെ പ്രോഗ്രാം. അപ്പം അത് ഒത്തിരി വൈറലായി, അതങ്ങ് മാറി. പിന്നെ ഏഷ്യാനെറ്റ് കോമഡി ഷോ, ഒരു ചിരി ബമ്പർ ചിരി, ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ്, ഇഷ്ടംപോലെ എല്ലാ ടി വിക്കാരും വിളിക്കാൻ തുടങ്ങി. കൈരളിയിൽ ഒരു നല്ലൊരു സംവാദം ഞാനും ബ്രിട്ടാസുമായിട്ട്, ഫ്ലവേഴ്സിൽ ഞാനും മറ്റ് ചില വ്യക്തികളുമായിട്ട്. അപ്പം ഇങ്ങനെ ഇഷ്ടംപോലെ ജനങ്ങളിലേക്ക് എത്തുന്ന ഒരു വൈറൽ പ്രോഗ്രാമിലേക്ക് കടന്നു വരാനുള്ള ഇടയായി. അപ്പം അങ്ങനെ ഇടയായപ്പോൾ പുസ്തകങ്ങൾ എഴുതാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അങ്ങനെ പുസ്തകരചന ആരംഭിച്ചു. ആദ്യമായിട്ട് ഏറ്റവും പ്രശസ്തമായ പുസ്തകം എഴുതിയത് കൊച്ചിയിൽ നിന്നും ന്യൂസിലാൻഡിലേക്കുള്ള എൻ്റെ നീണ്ട വിമാനയാത്രയിൽ 13 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രയിൽ കുത്തിക്കുറിച്ച് വെച്ച ഓർമ്മകൾ, അത് മനോഹരമായി മനോരമയെ ഏൽപ്പിച്ചു. അവർ മനോഹരമായി എഡിറ്റ് ചെയ്തു. അത് വളരെ കേരളത്തിലെ ഏറ്റവും ഒരു പ്രശസ്തമായ പുസ്തകമായിട്ട് മാറി. മനോരമ പബ്ലിക്കേഷൻ്റെ ഇണയും തുണയും. അത് ഒരുപാട് എഡീഷനായപ്പോൾ രണ്ടാമതിറക്കി എനിക്കും നിനക്കും. അത് കഴിഞ്ഞപ്പോൾ DC ബുക്സ് ആവശ്യപ്പെട്ടു. അവർ ഇറക്കി ഒത്തിരി കോപ്പികൾ വിറ്റ ജീവിതം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. പിന്നെ ക്രിസ്തീയ പുസ്തകങ്ങൾ ധാരാളം, അത് ഇംഗ്ലീഷിലും മലയാളത്തിലും. ഇപ്പോൾ ഒന്നും അറിയാതിരുന്ന ഒരു അജ്ഞാത ഗ്രാമത്തിലെ ഒരു ബാലനായിരുന്ന എന്നെ ദൈവം വളർത്തി കൊണ്ടുവന്ന വഴികളിലേക്കാണ് തിരിഞ്ഞു നോക്കുക. പലപ്പോഴും സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട്.
അച്ഛൻ റോളായിട്ട് തന്നെ. പക്ഷേ എനിക്ക് അഭിനയമായിട്ട് എനിക്കിഷ്ടമില്ലായിരുന്നു. എനിക്കിഷ്ടം ഇതുപോലെ ഓപ്പണായിട്ട് കാര്യം പറയുക, യാഥാർത്ഥ്യമായിട്ട് പറയുക. അപ്പം പല സിനിമക്കാരോടും ഞാൻ നോ പറഞ്ഞ് മാറിയിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴാണ് ഒരു ഫിലിം പ്രൊഡ്യൂസറും തിരക്കഥാകൃത്തും എല്ലാം കൂടെ എന്നെ കാണാൻ വരുന്നു. തിരക്കഥാകൃത്ത് പ്രശസ്തനായ എഴുത്തുകാരൻ സിന്ധുരാജ്. അപ്പോൾ അവർ പറഞ്ഞു, അച്ഛൻ കുടുംബത്തിൽ പറയുന്ന പ്രസംഗങ്ങളിൽ പറയുന്ന ഒരു സംഭവം സിനിമയിലേക്ക് കയറ്റി ഒരു സിനിമയാകാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതിന് അച്ഛന് സമ്മതമാണോ? ഞാൻ പറഞ്ഞു, കുടുംബത്തെക്കുറിച്ച് പറയുന്നത് സിനിമയിലൂടെയാണെങ്കിലും ഉപകാരപ്രദമാണെങ്കിൽ ഉപകാരപ്രദം. അപ്പം ഞങ്ങൾ ഒരുമിച്ചിരുന്നു. തീമിതായിരുന്നു. ഭാര്യയിൽ നിന്നും അല്പം അകൽച്ച വന്ന ഭർത്താവ് പിന്നീട് ഭാര്യയിലേക്ക് നാളുകൾക്ക് ശേഷം തിരിച്ചു വരും അനുതാപത്തോടെ. അങ്ങനെ വരുമ്പോൾ അവൻ എന്തെല്ലാം ചെയ്താൽ ഭാര്യയുടെ വിശ്വാസവും സ്നേഹവും വീണ്ടും ആർജിക്കാൻ പറ്റും, അതാണ് ഞാൻ പറയേണ്ട രീതി. ഇപ്പം മനഃശാസ്ത്രത്തിൽ പറയാറുണ്ട്, എല്ലാ ആണുങ്ങൾക്കും ഉള്ളൊരു കുഴപ്പമാണ്, ചില എക്സെപ്ഷൻ കാണും, കല്യാണം കഴിഞ്ഞ് 7 വർഷം കഴിയുമ്പം വേറെ പെണ്ണുങ്ങളിൽ നടന്നു പോകുന്ന പുറകിൽ നിന്ന് നോക്കാനുള്ള ഒരു പ്രവണത. അതിന് വിളിക്കുന്ന വാക്ക് ആണുങ്ങളുടെ 7ാം വർഷത്തെ ചൊറിച്ചിൽ എന്നാണ്. അപ്പോൾ ഇങ്ങനെ നോക്കിയവൻ തിരിച്ചു വരും. അപ്പം ഞാൻ പറഞ്ഞു, അവൾ എന്നാ പറഞ്ഞാലും വടി വിഴുങ്ങിയതുപോലെ ഒന്നും മിണ്ടാതെ നിന്നു കൊടുക്കണം. തുണി അലക്കി കൊടുക്കണം, അലക്കി തുണി വിരിച്ചു കൊടുക്കണം, കറി ഒലത്തി കൊടുക്കണം, പാത്രം കഴുകി കൊടുക്കണം, തറ തുടച്ച് കൊടുക്കണം. അങ്ങനെ കുറേ നാൾ ചെയ്യുമ്പോൾ ഇവൾക്ക് കരുണ തോന്നും, സ്നേഹത്തിലേക്ക് വീണ്ടും അവൾ തിരിച്ചു വരും. അങ്ങനെ പടിപടിയായിട്ട് നഷ്ടപ്പെട്ട സ്നേഹം തിരിച്ചെടുക്കണം. ഞാനീ പറഞ്ഞത് ഭാവനാസമ്പന്നനായ സിന്ധുരാജ് അതിമനോഹരമായ തിരക്കഥയാക്കി എഴുതി. അത് മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് പടമായിട്ട് തീർന്നു. അതായിരുന്നു മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ. ഒരു ധ്യാനത്തിൻ്റെ സ്പാർക്ക് മനോഹരമായി ഡെവലപ്പ് ചെയ്ത് മറ്റൊത്തിരി ഘടകം അതിനകത്തുണ്ട് ചേർന്നു. അവാർഡ് കിട്ടി. എനിക്കും മോഹൻലാലിനും മീനായ്ക്കും എല്ലാം കൂടെ കലൂർ വെച്ച് സമ്മാനം തന്നതിൻ്റെ ഓർമ്മകൾ എൻ്റെ മനസ്സിലുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു കുടുംബ ഫ്രീ മാരേജ് കോഴ്സ് കൊടുക്കുന്നത് എടുത്തിട്ട് ഒരു പടം ഇറങ്ങി. അത് ചെമ്പൻ വിനോദ് നായകനായിരുന്ന ആ പടമായിരുന്നു ബുമറാങ് എന്നുള്ള ഒരു പടം. അപ്പം എൻ്റെ തന്നെ ഓരോ ഇപ്പം ഡാർവിൻ്റെ പരിണാമം എന്ന പടത്തിൽ അത് പൃഥ്വിരാജ് TV വെക്കുമ്പം ശാലൂൻ TVയിൽ എൻ്റെ പ്രസംഗം കാണുന്നതായിട്ടാണ് കാണിക്കുക. നീരാളി എന്ന പടത്തിനകത്ത് മോഹൻലാൽ ഒരു പ്രസംഗം കേൾക്കുമ്പോൾ ഈ അച്ഛൻ ഇവിടെയും വന്നോ. അപ്പം മീഡിയകളിലേക്ക് എന്നെ കൊണ്ടുവരാൻ സാഹചര്യങ്ങൾ നിർബന്ധിച്ചു. അത് 2 കൈ നീട്ടി സഹപ്രവർത്തകരും സഹൃദയരും അത് സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെയൊരു സിനിമ ലോകം. അപ്പം അതിനു മുമ്പ് ഫ്ലവേഴ്സിൻ്റെ തന്നെ ഒരു പരിപാടിയിൽ സിനിമാക്കാരെ ആദരിക്കുമ്പോൾ അവർക്ക് സമ്മാനം കൊടുക്കാൻ വേണ്ടി എന്നെ വിളിച്ചു. അപ്പം ഞാനതിന് ചെന്നതിൻ്റെ ഓർമ്മയുണ്ട്. അവിടെ വെച്ചാണ് ഇന്നസെൻറ്റുമായുള്ള ആദ്യത്തെ അടുപ്പം. പിന്നീട് അത് സൗഹൃദമായി വളർന്നു. ഒരു ലക്കം വനിതയ്ക്ക് ഞങ്ങൾ ഒരുമിച്ച് വന്നു, ഇടയ്ക്ക് ഞാൻ സൂചിപ്പിച്ചിരുന്നു. അതുപോലെ പിന്നെ ഒരുപാട് പേരുമായിട്ട് വ്യക്തിബന്ധങ്ങൾ, ലാലു അലക്സ്, വിജയരാഘവൻ, വ്യക്തിപരമായി സംസാരിച്ച് അടുപ്പമുള്ള അങ്ങനെ കുറേ പേര്, നമ്മുടെ റിമി ടോമി, ശ്വേതാ മേനോൻ, ജഗദീഷ്, എല്ലാവരുമായി ഏതെങ്കിലും വേദികളിൽ ഒന്നിച്ചു വരാനും പങ്കിടാനും ഒക്കെയുള്ള അവസരങ്ങളുണ്ടായി. അപ്പോൾ ഇതെല്ലാം ജീവിതത്തിൽ ഒത്തിരി നിർണായക സ്വാധീനത്തിൻ്റെ മേഖലകളായി നിൽക്കുന്നു. ഇപ്പം കേരളം മുഴുവൻ കറങ്ങിയിട്ടുണ്ട്. ഒരുപാട് ക്ഷേത്രങ്ങളിൽ, എത്രയോ ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങൾക്ക് നവരാത്രിയുടെ ദിവസങ്ങൾ 9 ദിവസം, 7 ദിവസം. അപ്പം അങ്ങനെയുള്ള ഒത്തിരി ടോക്കുകൾ, കുടുംബ ജീവിത ടോക്കുകൾ, ജാതിമത ഭേദമന്യേ എല്ലാവർക്കും കൊടുക്കുവാനിടയായി. പക്ഷെ അങ്ങനെ അവർക്ക് വിളിക്കാൻ കാരണം സോഷ്യൽ മീഡിയയിൽ എൻ്റെ മുഖം കണ്ട് പരിചയമുള്ളതുകൊണ്ടും അപ്പോൾ ഞാനൊക്കെ ചെന്നാൽ ആൾക്കാർ കേൾക്കാൻ വരും എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടുമാണ്. അതൊക്കെ നമുക്കൊരു ആത്മധൈര്യം തന്നു. ഒത്തിരി ആത്മധൈര്യത്തിൽ മുന്നോട്ട് പോകാനുള്ള അവസരമുണ്ടായി.
അപ്പോൾ ഇതിനോടൊത്ത് യാത്രകൾ ആരംഭിച്ചു. കാരണം പ്രോഗ്രാംസ് ഇഷ്ടപ്പെട്ട് കഴിയുമ്പം മനുഷ്യരെ പല പല സ്ഥലങ്ങളിൽ നിന്ന് വിളിക്കും. ഇന്ത്യയിൽ തന്നെ ദക്ഷിണേന്ത്യ, ഉത്തരേന്ത്യ ഒട്ടുമിക്കതും തന്നെ യാത്ര ചെയ്തിട്ടുണ്ട്. കർണാടകത്തിൽ ബാംഗ്ലൂർ പല പല പ്രാവശ്യം പല പല ഗ്രൂപ്പുകൾക്ക് വേണ്ടി പോയിട്ടുണ്ട്. അതിലൊന്ന് ഇപ്പോഴും മനസ്സിലുള്ളത് മരിച്ചുപോയ സിനിമാ നടി മോനിഷയുടെ അമ്മ നടത്തുന്ന ബാംഗ്ലൂരിലെ നൃത്തവിദ്യാലയമാണ്. അപ്പോൾ ആ നൃത്തവിദ്യാലയത്തിൽ അതിൻ്റെ ഒരു മുഖ്യ പ്രഭാഷണത്തിന് ആനിവേഴ്സറിക്ക് ഞാനായിരുന്നു ചീഫ് ഗസ്റ്റ്. അപ്പോൾ അവിടെ വെച്ച് ഈ മോനിഷയുടെ അമ്മ, മോനിഷ അപകടത്തിൽ മരിച്ച വണ്ടിയിൽ ഈ അമ്മയുണ്ടായിരുന്നു. കാലിന് ശക്തമായി മുറിവേറ്റിരുന്നു. മരിക്കുമോ എന്ന് പോലും സംശയിച്ചിരുന്നു. അപ്പോൾ ഈ അമ്മ പറഞ്ഞു, അച്ഛാ, ജീവിതം ഈശ്വരൻ നീട്ടി തന്നതാ. പിന്നെ നടപ്പൊന്നും വെറും നടപ്പല്ല, അതൊരു പ്രദക്ഷിണമാണ്. ഒരു പ്രദക്ഷിണമാണ്. നൃത്തവും അതുമായി ബന്ധപ്പെട്ടതെല്ലാം ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള ഒരു പ്രദക്ഷിണമായി കാണുന്നു. എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച ഒരു അമ്മയുടെ അർത്ഥപൂർണമായ വാക്കുകൾ. ഇപ്പം ബാംഗ്ലൂരിൽ പല പ്രാവശ്യം പല പ്രോഗ്രാമിന് ബാംഗ്ലൂരിൽ പോയി. തമിഴ്നാട് ഒരുപാട് സുഹൃത്തുക്കളുള്ള തമിഴ്നാടുണ്ട്. മദ്രാസിലും കോയമ്പത്തൂരും സേലത്തും ഈറോഡുമൊക്കെ ആവർത്തിച്ച് ക്ലാസ്സുകൾ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ചെല്ലുമ്പോഴൊക്കെ ഒരു പക്ഷേ ഒരു ക്രിസ്തീയ സമൂഹമായിരിക്കും ഓർഗനൈസ് ചെയ്യുക. പക്ഷേ മറ്റുള്ളവർ ചോദിക്കും, ഞങ്ങളും ഒന്ന് പങ്കെടുത്തോട്ടെ. അത് സംഘാടകർക്ക് സംതൃപ്തി, കാണുന്ന എനിക്ക് ഒരുപാട് സന്തോഷം നൽകിയിട്ടുണ്ട് ഇങ്ങനെയുള്ള സാന്നിധ്യങ്ങൾ. സഭയുടെ അധികാരിയായിരുന്ന ഒരു 6 വർഷക്കാലം, ആ കാലങ്ങളിൽ പലപ്പോഴും യാത്ര ചെയ്ത 2 സംസ്ഥാനങ്ങളായിരുന്നു ആന്ധ്രാപ്രദേശും തെലുങ്കാനയും. ഒരുപക്ഷെ ആതിഥ്യ മര്യാദ, നിഷ്കളങ്കമായ സ്നേഹം ഒത്തിരി കണ്ടത് തെലുങ്ക് സംസാരിക്കുന്ന ആ സമൂഹത്തിൽ കണ്ടിട്ടുണ്ട്. ഒരുപാട് സ്നേഹത്തോടെയുള്ള അവരുടെ ഇടപെടലുകളും ഒക്കെയായിട്ട്. ബോംബെ വർഷത്തിൽ 8-10 പ്രാവശ്യം ഞാൻ യാത്ര ചെയ്യുന്ന ഒരു നഗരമാണ് ബോംബെ. ബോംബെ മലയാളികളുടെ ഒരു വലിയ സമൂഹം കൂടെയുണ്ട്. ഒത്തിരി അടുപ്പമുള്ളവരുമുണ്ട്. ബോംബെ വലിയ നഗരമാണേലും പ്ലെയിനിൽ ചെന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് മുഴുവൻ നീലപ്പടുതയിട്ട ചേരികളും കുടിലുകളുമാണ്. ഒരു മഹാനഗരമാണേലും നമ്മൾ കൂടുതലും പ്ലെയിനിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാണുന്നത് ഈ കാഴ്ചകളാണ്. അപ്പം സമ്പന്നരും ദരിദ്രരും, ചേരി താമസിക്കുന്നവർ ദരിദ്രരെന്ന് അറിഞ്ഞാലും സമ്പന്നരേക്കാൾ കാശുള്ളവരും ഉണ്ട് അവിടെ. അപ്പം അങ്ങനെയുള്ള ഒരു സമൂഹം നമുക്ക് തന്നെ തോന്നും. ഭയങ്കര കെട്ടിടങ്ങളും, ഇപ്പം അംബാനി പോലുള്ളവരുടെ കെട്ടിടം, സച്ചിൻ ടെണ്ടുൽക്കർ, ഒരുപാട് വലിയ വലിയ ഭവനങ്ങൾ, വീടുകൾ. അപ്പം അതിനിപ്പുറത്ത് ചുമ്മാ പ്ലാസ്റ്റിക്കിൻ്റെ പടുത കെട്ടിയ കൊച്ചു കൊച്ചു കുടിലുകളും ഒക്കെ നമ്മൾ കാണുന്ന ഒരു അന്തരീക്ഷം ബോംബെയിലുണ്ട്. ഡൽഹി നിരന്തരമായ സന്ദർശനത്തിൻ്റെ ഒരു സ്ഥലമാണ്. ഡൽഹി മലയാളി അസോസിയേഷനും ഗ്രൂപ്പുകളും കുറേയേറെ വ്യക്തിബന്ധങ്ങൾ ഡൽഹിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങളിലൂടെയുള്ള സഞ്ചാരം പെൻഡ്രൈവിൽ സ്വന്തമാക്കാൻ ഇനി പറയുന്ന നമ്പറിലേക്ക് HP എന്ന് SMS ചെയ്യുക. HP എന്നീ 2 അക്ഷരങ്ങൾ മാത്രം. ഫോൺ 9995444222. എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ, കോളേജിൽ ഒരുമിച്ച് പഠിച്ച ഒരു കാപ്പനുണ്ടായിരുന്നു, ജോസി കാപ്പൻ. അദ്ദേഹം ഡൽഹിയിൽ എൻ്റെ വലിയ സുഹൃത്തായിരുന്നു. തീഹാർ ജയിലിൻ്റെ വാതിൽ, ആ നാളുകളിൽ തീഹാർ ജയിലിൽ നമ്മുടെ ക്രിക്കറ്റ് താരം ശ്രീശാന്ത് വിവാദത്തിൽപ്പെട്ട് ചെലവഴിക്കേണ്ടി വന്നു. അപ്പം ആ നാളുകളിൽ ജയിലിൻ്റെ വാതിൽക്കൽ ഹരിനഗർ പള്ളിയിൽ ധ്യാനിപ്പിച്ച ഓർമ്മ, ജയിലും അതിൻ്റെ പരിസരമൊക്കെ സന്ദർശിച്ച ഓർമ്മ, കിരൺബേരി തീഹാർ ജയിലിൻ്റെ ചാർജായ നാൾ മുതൽ അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതിന് സർവ്വ മതത്തിലെ പുരോഹിതർക്കും അവരുടെ കൂടെയുള്ളവർക്കൊക്കെ അനുവാദം കൊടുത്തിരുന്നു. കാരണം ശിക്ഷയേക്കാൾ കൂടുതൽ പ്രാർത്ഥന വഴി സ്വഭാവ രൂപാന്തരീകരണം വരുത്താമെന്നുള്ള കിരൺബേദിയുടെ ഒരു കാഴ്ചപ്പാട്. അപ്പം അങ്ങനെ ഡൽഹിയുമായുള്ള ഒരു വലിയ ബന്ധം. ഡൽഹി രൂപതയുണ്ട്, പ്രാന്തപ്രദേശങ്ങളുണ്ട്, ഒത്തിരി. അവിടെ പ്രസിഡൻറ്റിൻ്റെ ഭവനം, നെഹ്റുവിൻ്റെ സമാധി, ഇന്ദിരാ സമാധി, രാജീവിൻ്റെ സമാധി, ചരൺ സിംഗിൻ്റെ, ഒത്തിരി പേരെ അടക്കി. ഏറ്റവും പ്രധാനമായിട്ട് ഗാന്ധി സമാധി. അവിടെയൊക്കെ പോയി മണിക്കൂറുകൾ പല പ്രാവശ്യം ചെലവഴിച്ചിട്ടുണ്ട്. പിന്നെ പലപ്പോഴും സന്ദർശിക്കുമായിരുന്നു. മേഘാലയ, ഒറീസ, ആസാം തുടങ്ങിയ സ്ഥലങ്ങൾ.
ഗോത്രവർഗ്ഗക്കാരുടെ നൃത്തങ്ങൾ, സംഘഗാനങ്ങൾ, ഹൃദ്യത, അതിഥികളെ സ്വീകരിക്കുന്ന ഒരു ആതിഥ്യ മര്യാദ, ഇതെല്ലാം കണ്ടുപഠിക്കുന്നത് ഈ മേഘാലയ, ആസാം മേഖലകളിലുണ്ട്, ഒറീസ മേഖലകളിലുണ്ട്. അപ്പം നമുക്ക് വ്യത്യസ്തമായ ഒരു സംസ്കാരം, പ്രത്യേകിച്ച് നൃത്തങ്ങളിലൂടെ സന്ദേശം കൈമാറുന്ന രീതി ഇവർക്കൊക്കെ കൂടുതലുണ്ട്. നൃത്തങ്ങളിലൂടെ സന്ദേശം കൈമാറുക എത്ര മനോഹരമായിട്ടാണ് അവരൊക്കെ ചെയ്യുക. പിന്നീട് ഒത്തിരി കറങ്ങിപ്പോയ പ്രദേശമായിരുന്നു രാജസ്ഥാനും ഗുജറാത്തും. ഗുജറാത്ത് ഞാൻ ഒരുപാട് സ്നേഹിച്ച ഒരു സ്ഥലമാണ്. കാരണം പഠനകാലത്ത് തന്നെ ഞാൻ ഗുജറാത്തിൽ പോയ കാര്യം ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ സ്നേഹം, നിഷ്കളങ്കത, ഈശ്വരവിശ്വാസം, ആരാധന, ഗാന്ധിജിയുടെ നാടിൻ്റെ പുണ്യം, പിറന്ന വീട്, അതിൻ്റെ എല്ലാം നന്മകൾ നമുക്കവിടെ കാണാൻ പറ്റും. ഗുജറാത്തിനോട് ചേർന്ന് കിടപ്പുണ്ട് ഡാമൻ ഡ്യൂ പ്രദേശങ്ങൾ. അവിടെ ഡ്യൂവിലൊക്കെ ചെല്ലുമ്പം പോർച്ചുഗീസ് സംസ്കാരങ്ങളും അങ്ങനെയുള്ള പേരുകളും അങ്ങനെയുള്ള വസ്ത്രങ്ങളും വളരെ ഗുജറാത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഡാമൻ ഡ്യൂ പ്രദേശങ്ങൾ. മലയാളി സമാജത്തിൻ്റെ പരിപാടി കേരളത്തിൻ്റെ പിറവി നവംബർ മാസം 1 4 തീയതിയോടുകൂടി അവർ ചണ്ഡീഗഡിൽ സംഘടിപ്പിച്ചു. അപ്പം അതിൽ ഒരു അതിഥിയായി പ്രസംഗിക്കാൻ വേണ്ടി വിളിച്ചു. അപ്പം ഞാൻ അവിടെ ആ പ്രസംഗത്തിന് വേണ്ടി അവിടെ ചെന്നു. അപ്പം ഋഷിരാജ് സിംഗ് മുഖ്യ അതിഥിയായിട്ട് വന്നു, വേറെ ചിലരുണ്ടായിരുന്നു. ഞാനും അവിടെ പ്രസംഗമൊക്കെ പറഞ്ഞ് ചണ്ഡീഗഡ് മൊത്തം ഒന്ന് ആസ്വദിച്ച് കറങ്ങി നടന്നു കണ്ടു. യൂണിയൻ ഭരണപ്രദേശമാണ്. പഞ്ചാബിൻ്റെ അസംബ്ലി മന്ദിരമെല്ലാം ഈ ചണ്ഡീഗഡിൻ്റെ അതിർത്തി വരുന്നു. ഹരിയാനയുടേതും അടുത്ത് വരും, ഹിമാചൽ പ്രദേശിൻ്റെ അടുത്ത് വരും. ഹിമാചൽ പ്രദേശിൻ്റേത് ഒരു കേന്ദ്രം. എത്ര മനോഹരമാണ്! വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ച പാതകൾ, മനോഹരമായ കാലാവസ്ഥ, വൃത്തി, ഏറ്റവും ചിട്ടയും വൃത്തിയും കാണാൻ പറ്റുന്ന ഒരു സ്ഥലം. അവിടുന്ന് പിന്നെ നീണ്ട യാത്ര ചെയ്തു പഞ്ചാബിൽ ചെന്നു. ജലന്ധർ, അമൃത്സറിൽ ചെല്ലുന്നു. സിഖുകാരുടെ കേന്ദ്രമായ ഗുരുദ്വാരയിൽ അവിടെ പ്രാർത്ഥനയ്ക്കൊപ്പം കുറേ സമയം ശാന്തമായി നിന്ന് പങ്കുകൊണ്ടു. അവിടെ എല്ലാവർക്കും വിതരണം ചെയ്യുന്ന ഭക്ഷണങ്ങളും അതിൻ്റെ ക്രമീകരണങ്ങളും ഇതെല്ലാം ഒന്ന് കണ്ടു. അതെല്ലാം കഴിച്ച് നീണ്ട യാത്ര അതിർത്തിയിലേക്ക്, വാഗാ ബോർഡർ എന്ന് പറയുന്ന ഒരതിർത്തി. അവിടെ ചെന്നിരുന്ന് വൈകുന്നേരം 5 മുതൽ 6 വരെ ഇന്ത്യൻ പട്ടാളത്തിൻ്റെ പരേഡ്. ഒരു മനോഹരമായൊരു കാഴ്ച. 10,000 നിറഞ്ഞു നിൽക്കുന്നു. ഇന്ത്യൻ ഗ്യാലറി നിറയെ പട്ടാളക്കാർ പരേഡ് നടത്തുന്നു. ഒരു വലിയ വേലി, ഒരു ഇരുമ്പിൻ്റെ വേലി, അതിന് തൊട്ടപ്പുറത്ത് നിൽക്കുന്നു പാകിസ്ഥാൻ പട്ടാളം അതിർത്തി. അവിടുത്തെ ഗ്യാലറികളിൽ പാകിസ്ഥാൻകാരിരിക്കുന്നു, ഇപ്പുറത്ത് ഇന്ത്യക്കാരും ഇരിക്കുന്നു. പരേഡുകൾ, കാഹളനാദങ്ങൾ, കുഴൽവിളികൾ, ചിലപ്പോഴൊക്കെ ചെറിയ പരസ്പര പരിഹാസങ്ങൾ, ഇതെല്ലാം അവിടെ കാണാൻ ഇടയായി. അപ്പം ഞാനിങ്ങനെ നോക്കുമ്പോൾ ഇടയ്ക്ക് ആ വേലി, ഇരുമ്പ് വേലി അങ്ങ് തുറക്കും. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഒരവസരം. കൊടികൾ താഴ്ത്തും. ഈ സമയത്തൊക്കെ ഞാൻ കണ്ടൊരു കാഴ്ച, എനിക്കൊപ്പമുള്ളവർക്കോ ഈ വേലിക്കപ്പുറത്തേക്ക് നടന്നു പോകാൻ പറ്റിയല്ലോ, അതിർത്തിയുണ്ട്. അതേസമയം പക്ഷികൾ, കാക്കകൾ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് പറക്കുന്നു. അവർക്ക് വിസ വേണ്ട, പട്ടാളം നോട്ടമില്ല, ഒന്നുമില്ല. ഇന്ത്യയിലെ പശുവിന് അപ്പുറത്തുള്ള പാകിസ്ഥാനിലെ പുല്ല് തിന്നാം, വിസ ആവശ്യമില്ല. ഇത് നമ്മൾ പഠിക്കുന്നൊരു പാഠം. അതിർത്തികൾ, പരിമിതികൾ മനുഷ്യൻ നിർമ്മിക്കുന്നു, മനുഷ്യന് മാത്രമുള്ളതാണ്. പക്ഷേ പക്ഷിപ്പറവകൾക്ക് ഈ അതിർത്തികളില്ല, അതിർത്തി നിശ്ചയിച്ചിട്ടുമില്ല. അതിനൊരു വലിയ സ്വാതന്ത്ര്യമുണ്ട്. അജന്ത, എല്ലോറ, നമ്മുടെ തന്നെ രാജസ്ഥാനിലെ മറ്റുമൊക്കെ വലിയ വലിയ രാജകൊട്ടാരങ്ങൾ ലോകത്തിലെ തന്നെ നിത്യവിസ്മയങ്ങളാണ്. ഇതിനോടൊക്കെ ചേർന്ന് നിൽക്കുമ്പം ചില പാഠങ്ങൾ നമ്മളൊക്കെ പഠിക്കും. നമ്മുടെ നാടിൻ്റെ വില, മണ്ണിൻ്റെ അഭിമാനം, ഭാരതീയരായതിൽ
നമുക്ക് അഭിമാനിക്കാൻ പറ്റും. ആ ചിന്തകൾ ഒപ്പം നമുക്ക് കിട്ടിയ വലിയ വലിയ രാഷ്ട്രീയ നേതൃത്വങ്ങൾ മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ഗോപാലകൃഷ്ണ ഗോഖലെ, രവീന്ദ്രനാഥ് ടാഗോർ, സരോജിനി നായിഡു, സുഭാഷ് ചന്ദ്രബോസ്, എണ്ണി പറയാവുന്ന എത്രയോ നേതൃത്വങ്ങൾ നമുക്കുണ്ട്. അപ്പം നമുക്ക് പുറകോട്ട് നോക്കിയാൽ നേതാക്കന്മാരൊക്കെ നമുക്ക് രാജ്യത്തിന് നൽകിയ സംഭാവനയുണ്ട്. കേരളത്തിൻ്റെ ഒരു കോണിലിരിക്കുമ്പം നമ്മളിത് മനസ്സിലാക്കുന്നില്ല. പക്ഷെ നമ്മൾ ഇന്ത്യയിലൂടെ യാത്ര ചെയ്യുമ്പോൾ, ഓരോ സംസ്ഥാനത്തും ചെല്ലുമ്പോൾ, വലിയ നേതാക്കന്മാർ ജനിച്ച ആ സ്റ്റേറ്റുകളിൽ അവർ വരുത്തിയ വലിയ സ്വാധീനവും ശക്തിയും വ്യക്തമായിട്ട് നമുക്ക് കാണാനും കണ്ടെത്താനും അത് പഠിക്കാനും കഴിയുന്നു എന്നുള്ളതും ഒരു വലിയ കാര്യം. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ പഴയകാല രാഷ്ട്രീയ നേതാക്കന്മാരുടെ പേര് കേട്ടാൽ മലയാളിക്ക് രോമാഞ്ചം ഉണ്ടായിരുന്നു. നമ്മൾ പറയുന്ന ഇംഗ്ലീഷ് അവർക്കൊട്ടും മനസ്സിലാക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഒരു പാഴ്സൽ കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഐ വുഡ് ലൈക്ക് ടു ഗെറ്റ് 1 പാഴ്സൽ. അപ്പോൾ അവൾ ചോദിച്ചു, വാട്ട്? അരിശത്തോടെ ചോദിക്കുന്ന പോലെ, വാട്ട്? അപ്പോൾ എനിക്ക് പിന്നെ പറയാനുള്ള ഒരു ധൈര്യമില്ല, ആദ്യകാല യാത്രകളുമാണ്.